കോഴിക്കോട് പേരാമ്പ്രയിൽ കാറ് കത്തി മരിച്ച സോനയ്ക്കും കുടുംബത്തിനുമെതിരെ ഭർത്താവ് രജിൻലാലിൻ്റെ കുടുംബം. സോനയും രജിൻലാലും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. എന്തിനാണ് സോന ഇങ്ങനെ ചെയ്തതെന്നറിയണം. എല്ലാവരെയും ഒരുമിച്ച് അപകടപ്പെടുത്താൻ ആണോ എന്നതിൽ സംശയമുണ്ട്. അപകടപ്പെടുത്താത്തതിൽ ആശ്വാസവുമുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും രജിൻലാലിൻ്റെ പിതാവ് രാജൻ മീഡിയ വണ്ണോട് പറഞ്ഞു. പേരാമ്പ്രയിൽ കാറ് കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ ഈ മരിച്ച സോനയുടെ ഭർത്താവ് രജിൻലാലിൻ്റെ കുടുംബം നമുക്കൊപ്പമുണ്ട്. രജിൻലാലിൻ്റെ പിതാവ് ആണ് ഇപ്പോൾ കൂടെയുള്ളത്. എന്താണ് സംഭവിച്ചതെന്നാണ് ഞങ്ങൾക്കും കിട്ടേണ്ടത്. 2 ദിവസമായിട്ടുള്ള ഈ ന്യൂസുകളെല്ലാം ഞാൻ കണ്ടു തുടങ്ങിയിട്ട്. അതായത് ഇത് സംഭവിച്ച അന്ന് മുതൽ ഞാൻ വളരെ പ്രയാസത്തിലാണ്. കാരണം ഞാൻ മക്കളെ അത്ര പോലും കൂടി നോക്കിയ അവൾ എൻ്റെ സ്വന്തം മകളായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ 3 വർഷമായിട്ട് അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നുവരെയായിട്ടും ആ കുടുംബം ഇവിടെ വന്നു നോക്കിയിട്ടില്ല. അവർ തമ്മിൽ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അവർ തോള് കൈ കെട്ടുന്നേ, സോനയെന്ന് വിളിക്കുന്നേ, ലാലുവേട്ടാന്ന് വിളിക്കുന്നേ, പിന്നെ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വിളിക്കുകയും പറയുകയും സിനിമ കാണലും എല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ സോന പെട്രോൾ വാങ്ങുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം കൂടെ അല്ലേ? സത്യമായിട്ടും തീർച്ചയായിട്ടും ആ ഒരു അന്വേഷണം എന്തായാലും വേണം. എന്തിനു ഇവള് ചെയ്ത്, എന്തിന് ഞങ്ങളെന്ത് തെറ്റ് ചെയ്ത്, അതാണ് നമുക്കറിയേണ്ടത്. സംഭവത്തിൽ പോലീസ് ഞങ്ങൾക്ക് ഇതിൻ്റെ തക്കതായ തെളിവ് കിട്ടണം. ആരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച, അവൻ്റെ ഭാഗത്തുനിന്നോ അവളെ ഭാഗത്തുനിന്നോ എന്തിനു ചെയ്ത് എന്ന്. ഞങ്ങളെ മൊത്തം കുടുംബം നശിപ്പിക്കത്താൽ ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഭാഗ്യവാന്മാരാകാം. വീട്ടിൽ നിന്നാ ചെയ്തെങ്കിൽ ഞങ്ങൾ മൊത്തം പെട്ടേനെ. അതും ഞങ്ങൾ ചെറിയൊരു ആശ്വാസത്തിലാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളടക്കവും ഇവരെ മനസ്സിലിരിപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അത് എന്തായാലും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു തെളിവ് ഞങ്ങൾക്കും വേണം, കിട്ടണം. തീർച്ചയായും രജിൻലാലിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണമായിരുന്നു. അത്തരത്തിലൊരു പ്രശ്നങ്ങളും സോനയും രജിൻലാലും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് രജിൻലാലിൻ്റെ കുടുംബം തന്നെ വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ജിജീഷ് കേസിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ 2 കുടുംബങ്ങൾക്കുമിടയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ രജിൻലാലിൻ്റെ പിതാവിൻ്റെ പ്രതികരണം കൂടി കണ്ടപ്പോൾ നമുക്ക് വ്യക്തമായി. ഇനി അറിയേണ്ടത് രജിൻലാലിനും സോനയ്ക്കുമിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു, അതാണോ ഈ രീതിയിലുള്ള അസ്വാഭാവിക അപകടത്തിന് കാരണമായത് എന്നതറിയണം. അപ്പോൾ ഈ രജിൻലാലിൻ്റെ ഫാദറിൻ്റെ പ്രതികരണം കൂടി വരുമ്പോൾ എത്ര വലിയ ഒരു ആശയക്കുഴപ്പം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പം അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സൈഫു. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് രജിൻലാലും സോനയും തമ്മിൽ വിവാഹം കഴിച്ചത്. വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നത്. വിവാഹശേഷം പക്ഷേ സോനയുടെ കുടുംബാംഗങ്ങൾ രജിൻലാലിൻ്റെ വീട്ടിലേക്ക് വരികയോ അവരുമായി വലിയ രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. പക്ഷേ കാര്യമായ രീതിയിലുള്ള അകൽച്ചയില്ലാതെ തന്നെയായിരുന്നു ഈ 2 പേരും മുന്നോട്ട് പോയിരുന്നത്. ഈ അടുത്ത നാളുകളായിക്കൊണ്ട് പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല. പലപ്പോഴും ഇവർ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി കാർ കത്തുകയും അതിനകത്ത് സോന മരിക്കുകയും ചെയ്തു. രജിൻലാൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാകുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. അതിനകത്താണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഈ കാർ കത്തിയത് പെട്രോളിന്റെ അംശം ചേർന്ന്, അതായത് പെട്രോളിന്റെ അംശം ഉണ്ട്, അങ്ങനെയാണ് ഈ കാർ കത്തിയത് എന്നുള്ള ഒരു കാര്യമാണ് കണ്ടെത്തിയിരുന്നത്. ബോണറ്റിൽ നിന്നോ ഡീസലിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള തീയോ പുകയോ ഒന്നും ഉണ്ടായിട്ടുമില്ല. വാഹനത്തിനകത്ത് നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നും കണ്ടെത്തിയിരുന്നു. ആ പരിശോധനയിലാണ് പിന്നീട് പെട്രോൾ വാങ്ങിക്കൊണ്ട് ഈ സോന വരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചത്. അത്തരമൊരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതൊരു കൊലപാതകമായിരുന്നില്ല, അതൊരു ആത്മഹത്യയാണ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക്, അത്തരത്തിലുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. രജിൻലാലിനെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ സോന ഇത്തരത്തിൽ കടുങ്കം ചെയ്തതാണ് എന്നുള്ള ആ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ രജിൻലാലിന്റെ പിതാവ് ഇത്തരമൊരു പരാമർശം കൂടി, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം കൂടി വന്നിരിക്കുന്നത്. ഇത് വാഹനത്തിൽ വെച്ചാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് എന്നുകൊണ്ട് ഇത്തരം ഒരു സംഭവത്തിൽ ഒതുങ്ങി. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുന്നതെങ്കിൽ അത് വലിയ ഒരു ആപത്തിലേക്ക്, ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് എത്തുമായിരുന്നു. അതിൽ ഒരു നേരിയ ആശ്വാസമുണ്ട്. അത്തരം സംഭവം ഉണ്ടായില്ല എന്നതിൽ ആശ്വാസമുണ്ട് എന്നാണ് രജിൻലാലിന്റെ പിതാവ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എന്തൊക്കെ
ദുരൂഹതകളാണ് ഉള്ളത് എന്ന് വിശദമായിക്കൊണ്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ രജിൻലാലും സോനയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അവർ അറിയാത്ത, അതായത് മാതാപിതാക്കൾ അറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതുപോലെ തന്നെ 6 മാസം ഗർഭിണിയായിരുന്നു സോന, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ്, അന്വേഷണം ആവശ്യമാണ് എന്ന കാര്യം കൂടി കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ ഭാഗം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ പോലീസ് പറയുന്നത് രജിൻലാലിന്റെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തും. ഇവർക്ക് തമ്മിലുണ്ടായിരുന്ന പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ഒന്ന്. മറ്റൊന്ന്, ഇപ്പോൾ സോനയുടെ കുടുംബം പറയുന്നത് സോന ഇങ്ങനെ അവരുടെ ഇഷ്ടാനുസരണമായിരുന്നില്ല ഈ പെട്രോൾ വാങ്ങിയത് എന്നാണ്. അത് രജിൻലാലിന്റെ നിർബന്ധ പ്രകാരമാണ് സോന അത് വാങ്ങിയത് എന്നാണ് ആ കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രജിൻലാലിന്റെ നിർബന്ധ പ്രകാരമാണോ സോന പെട്രോൾ വാങ്ങിയത്, അല്ല അവരുടെ ഇഷ്ടാനുസരണം രജിൻലാൽ അറിയാതെ വാങ്ങിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പ്രാഥമിക മൊഴിയെടുപ്പിൽ രജിൻലാൽ പറഞ്ഞത് പെട്രോളിന്റെ മണം എനിക്ക് വളരെ പെട്ടെന്ന് വന്നു, പിന്നീട് ഈ കത്തിപ്പിടിക്കുന്ന പിറകിൽ നിന്ന് സോനയും അതുപോലെ തന്നെ ആ സീറ്റിന്റെ ഭാഗവും കത്തിപ്പിടിക്കുന്നത് കണ്ടു എന്നുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് അനിവാര്യമാണ്. കേസിൽ നിരവധിയായിട്ടുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്, കൃത്യത വരേണ്ടതുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് രജിൻലാലിന്റെ കുടുംബം ഇത്തരമൊരു പ്രതികരണം നടത്തുക കൂടി ചെയ്യുന്നത്. സൈഫു.